ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന മധുരമുള്ള ബോണ്ടയല്ല, ഇച്ചിരി എരിവൊക്കെ ഉള്ള ഒരു മസാല ബോണ്ടയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മസാല ബോണ്ടയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടറ്റോ. അപ്പോൾ ഞാനിവിടെ 9 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്ത് അതിനകത്ത് മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഉപയോഗിച്ചുള്ള ഏത് സ്നാക്സ് ചെയ്യുമ്പോഴും പൊട്ടറ്റോ ഇത് തോലോട് കൂടി വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. തോല് കളഞ്ഞിട്ട് വേവിക്കുമ്പോൾ പൊട്ടറ്റോക്കകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഉപ്പൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് 2 സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ നല്ല കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം നല്ല ഫൈനായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൊട്ടറ്റോ വെന്ത് തണുപ്പ് മാറിയതിന് ശേഷം ചൂട് മാറിയതിന് ശേഷം ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലേശം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ എണ്ണയിൽ വറുക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം ഇഞ്ചിയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സവാളയും. ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓൾറെഡി എല്ലാം ആഡ് ചെയ്ത് പോയി. അപ്പോൾ ഇത് 3 ഇഞ്ചി, പച്ചമുളക്, അതുപോലെ സവാള, ഇത് 3 ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന വരെ നമുക്ക് വഴറ്റിയാൽ മതിയാകും. ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പ് ചേർക്കാണ്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റേജിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം യോജിപ്പിച്ചാൽ മതി. ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഉപ്പ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ കപ്പിന് 2 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ 7 പേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയല്ല കേട്ടോ, സോഡാപ്പൊടി തന്നെ എടുക്കണേ. പിന്നെ നമുക്കൊരു നുള്ള് കായം പൊടിച്ചത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ ദോശമാവൊക്കെ റെഡിയാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കേണ്ടത് കേട്ടോ. ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കേണ്ടത്. അപ്പോൾ കോൺഫ്ലവർ ചേർത്താൽ നമ്മളുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റിൽ തന്നെ ചേർക്കാം കേട്ടോ. ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക. നോൺ സ്റ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാറ്റർ വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് പാത്രത്തിൽ. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ മസാല ഉണ്ടല്ലോ, അതിനൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ഒരു വലിയ നെല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടേ. നമുക്കിനി നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, അത് ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ അറ്റ് എ ടൈമിൽ ഒരു 4-5 എണ്ണമാണ് ഒരു 5-6 എണ്ണമാണ് ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ബാറ്ററല്ലേ, അപ്പോൾ ഒന്ന് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 2-3 മിനിറ്റിൽ തന്നെ റെഡിയാവും. കാരണം പെട്ടെന്ന് തന്നെ പുറമേയുള്ള ബാറ്റർ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അകത്തുള്ള മസാല പിന്നെ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ ഇത് കോരി മാറ്റാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബോൾസും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ അപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.